याद रखेंगे ब्रह्मा बाबा तेरी अमर कहानी। साकार वाले दिन वो प्यारे हमको दिखा रहे हो, यादों के पर्दे पे नजर मेरे बाबा आ रहे हो। ഓം ശാന്തി. 14/7/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 25/11/2000. മുരളിയുടെ ടൈറ്റിലാണ് ബാബ് സമാനാകുന്നതിന് 2 കാര്യങ്ങളിൽ ദൃഢത വയ്ക്കൂ. സ്വമാനത്തിലിരിക്കുക, എല്ലാവർക്കും ബഹുമാനം നൽകുക. ഇന്ന് ബാബ്ദാദ തന്റെ പ്രിയപ്പെട്ടവരിലും പ്രിയപ്പെട്ട, മധുരമായതിലും മധുരമായ കൊച്ചു ബ്രാഹ്മണ പരിവാരമെന്ന് പറഞ്ഞാലും ബ്രാഹ്മണ ലോകമെന്ന് പറഞ്ഞാലും അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു ലോകം എത്ര വേറിട്ടതുമാണ്, എന്നാൽ പ്രിയപ്പെട്ടതുമാണ്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടതാണ്? എന്തെന്നാൽ ബ്രാഹ്മണ ലോകത്തെ ഓരോ ആത്മാവും വിശേഷ ആത്മാവാണ്. കാണുമ്പോൾ അതീവ സാധാരണ ആത്മാക്കളായി കാണപ്പെടുന്നു. എന്നാൽ ഏറ്റവും വലുതിലും വലിയ വിശേഷത ഓരോ ബ്രാഹ്മണ ആത്മാവിന്റെയും ഇതാണ്: പരമാത്മാവിനെ തന്റെ ദിവ്യ ബുദ്ധിയിലൂടെ തിരിച്ചറിഞ്ഞു. 90 വയസ്സായ വൃദ്ധനാകട്ടെ, രോഗിയാകട്ടെ, എന്നാൽ പരമാത്മാവിനെ തിരിച്ചറിയാനുള്ള ദിവ്യബുദ്ധി, ദിവ്യനേത്രം ബ്രാഹ്മണ ആത്മാക്കൾക്കല്ലാതെ പേരുകേട്ട വിഐപികൾക്കും ഇല്ല. ഈ എല്ലാ അമ്മമാരും എന്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു? കാലുകൾ ചലിച്ചോ ചലിച്ചില്ലയോ, എന്നാൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ തിരിച്ചറിഞ്ഞോ, അതിനാലാണല്ലോ എത്തിച്ചേർന്നത്. ഈ തിരിച്ചറിയാനുള്ള നേത്രം, തിരിച്ചറിയാനുള്ള ബുദ്ധി താങ്കൾക്കല്ലാതെ ആർക്കും പ്രാപ്തമാകുക സാധ്യമല്ല. എല്ലാ അമ്മമാരും ഈ ഗീതം പാടുന്നില്ലേ? ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അറിഞ്ഞു. മാതാക്കൾക്ക് ഈ ലഹരിയില്ലേ? കൈ വീശിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ലത്. പാണ്ഡവർക്ക് ലഹരിയുണ്ടോ? ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമാണ്. ശക്തികളിലും കുറവില്ല, പാണ്ഡവരിലും കുറവില്ല. എന്നാൽ ബാബ്ദാദയ്ക്ക് ഇതാണ് സന്തോഷം. ഈ കൊച്ചു ലോകം എത്ര പ്രിയപ്പെട്ടതാണ്. പരസ്പരം കാണുമ്പോഴും എത്ര പ്രിയപ്പെട്ട ആത്മാക്കളായി തോന്നുന്നു. ഹർ കാം കിയാ ഥാ ഹാഥോं से अभिमान तनिक ना छू पाया, वो जीवन मुक्त फरिश्ता था जैसे धरती पर आया। एक दुनिया नई बनाने को ब्रह्मा ने मन में ठानी, याद रखेंगे ब्रह्मा बाबा तेरी अमर कहानी। വരദാനം: സൈലൻസിന്റെ സാധനങ്ങളിലൂടെ മായയെ ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞ് ഓടിക്കുന്ന മായാജീതായി ഭവിക്കട്ടെ. മായ അവസാന മണിക്കൂർ വരെ വരും. എന്നാൽ മായയുടെ ജോലിയാണ് വരിക, താങ്കളുടെ ജോലിയാണ് ദൂരെ നിന്ന് ഓടിക്കുക. മായ വരട്ടെ, താങ്കളെ ഇളക്കട്ടെ, പിന്നെ താങ്കൾ ഓടിക്കുന്നു. ഇതും സമയം പാഴാക്കലായി. അതിനാൽ സൈലൻസിന്റെ സാധനങ്ങളിലൂടെ താങ്കൾ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞോളൂ, ഇത് മായയാണ്. അതിനെ അടുത്തേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക. അഥവാ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും. ഇപ്പോഴും പുരുഷാർത്ഥിയാണ്. അപ്പോൾ ഇതും മായയ്ക്ക് സൽക്കാരം ചെയ്യലാണ്. പിന്നെ ശല്യമുണ്ടാകുന്നു. അതിനാൽ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് ഓടിച്ചോളൂ. അപ്പോൾ മായാജീതായി മാറും. സ്ലോഗൻ: ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ രേഖകളെ പ്രത്യക്ഷപ്പെടുത്തൂ, എങ്കിൽ പഴയ സംസ്കാരത്തിന്റെ രേഖകൾ അപ്രത്യക്ഷമായിക്കൊള്ളും. ഓം ശാന്തി. तुम्हें वतन में छू लेंगे हम, कभी नहीं भूलेंगे बाबा, कभी नहीं भूलेंगे बाबा, कभी नहीं भूलेंगे हम।
सूरज चांद सितारे सागर में है पानी, हर दिल गाता रहेगा बाबा तेरी अमर कहानी।